ജോക്കി വന്നാ ജോക്കി ഇതാണോ ജോക്കി? ഏതാ? കോഡ് പറയോ? എക്സ്ട്രാ ഫണ്ട്സ് ആർഡർ ഫോർ കോ പ്ലെയർ. നമ്മുടെ $6000 ആട്ടോ മൊത്തത്തിലുള്ളത്. ഇത് ഞാൻ ഇവിടെ ഇതാ നമ്മുടെ കട. കേട്ടോ അറ്റ്ലീസ്റ്റ് വൺ മാൻ ചെക്കൗട്ട് വേണം കേട്ടോ. ചെക്കൗട്ട് ചെയ്യുന്ന സാധനം വേണം. ചെക്കൗട്ട് റൈറ്റ് അത് മതിയോ? ഞാൻ ഇത് എവിടെ ഇതൊക്കെ വെക്കുന്ന എവിടെയാ? ഹലോ നീ വന്നാ? ഓക്കെ ഞാൻ ലോബി ക്ലോസ് ചെയ്യുവാണേ. എന്ത് ചെയ്യും? മറ്റേ ബർഗറൊക്കെ അൺലോക്ക് ആക്കാം കേട്ടോ മുകളിലത്തെ സാധനം. അൺലോക്സ് ഇതിപ്പോ ഇവിടെ വന്നു തോന്നുന്നു കേട്ടാ. വന്നു ബേസിക് പ്രോഡക്റ്റ്. സാധനം കിട്ടിയേ. ഞാൻ ഓർഡർ ചെയ്യാൻ എല്ലാവരും ഓർഡർ ചെയ്യല്ലേ? മതി അത്ര മതി ജോക്കി. നമുക്ക് ഇത് പോണ്. ഇതെല്ലാം വേണ്ട. വെള്ളം, ഹണി, അരി, ഉപ്പ്, പഞ്ചസാര സാധനം ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ വരും. സാധനം വന്നേ. ഇവിടെ അവരെന്നായിട്ട് പിടിച്ചോണ്ട് വെച്ചാണ് ഓരോന്ന് കൊണ്ട് ഇറക്കി. ഇവിടെ ഇറക്കി. ക്യാഷ് തീർന്നോ? ക്യാഷ് തീർന്നില്ല. സ്ഥലമില്ല കേട്ടോ ഇത് എല്ലാം കൂടെ വെക്കാനായിട്ട്. വെള്ളമല്ല ഒരു ചോദ്യം വെക്കണേ. ഇവിടെ ഷെൽഫ് എല്ലാം പണിയടാ. ഇവിടെ ഷെൽഫ് പണിയണം. വെളിയിൽ വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് കണ്ടാ? ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. കണ്ടാ വെളിയിൽ ഡസ്റ്റ്ബിൻ ഉണ്ട്. ഇവിടെ ഡസ്റ്റ്ബിന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെയൊക്കെ വില നിശ്ചയിക്കണ്ടേ? വിലയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രൈസ് ആയിട്ടുള്ള ഇല്ല. മാർക്കറ്റ് പ്രൈസ് 2.5. നമ്മൾ കൊടുക്കുന്നത് 3 കിട്ടോ. $1 ലാഭം വേണം ജോക്കി. അതാ പറഞ്ഞേ 3.5 എവിടുന്നോ എന്റെ ബാങ്കിൽ നിന്ന് പൈസ പോണ സൗണ്ട് ആണോ കേക്കുന്നത്? ഇതായില്ലല്ലോ. ദിക്ക് 3.5 രൂപക്കെങ്കിലും വിൽക്കണം, അല്ലെങ്കിൽ നടക്കൂല. ഇത് കഴിച്ചത് എങ്ങനെയാ ഓക്കെ കൊടുക്കുമെന്ന്? എങ്ങനെയാടാ വില സെറ്റ് ചെയ്തിട്ട്? ഓക്കെ മൈനിങ്ങളെ ഞാൻ വല്ല പറയും കേട്ടാ. എടാ ഉപ്പ് എത്ര രൂപയ്ക്ക് കൊടുക്കണം? ഉപ്പ് എത്ര രൂപ കിടക്കുന്ന ഇപ്പൊ? 45 സെന്റ് ജോക്കി. 40 സെന്റ് $1 ആക്കണം. പിന്നെ അല്ല 60 സെന്റ്. ഉപ്പിനൊക്കെ ആര് വാങ്ങിക്കാനാ? ഒരു മാസം ഒരു ഉപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നിൽക്കത്തില്ലയോ? $1 വിൽക്കാം. പിന്നെ ആരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പുറത്തെ ജോക്കി ഇപ്പൊ സ്റ്റോക്ക് നിറയുമ്പോ ജോക്കി കണ്ടോ? സ്റ്റോക്ക് നിറയുമ്പോ ഇവിടെ കടയുടെ മുമ്പില് ബഹളവും ആളും അനക്കവും നോക്കണം. അത് അത്രയ്ക്ക് നോക്കണം. റൈസിന് മാറി വില സെറ്റ് ചെയ്യട്ടെ. മാറി അരി $1 40 സെന്റ്. $2 നഷ്ടമോ? $2.5 വേണം. അരിയൊക്കെ എല്ലാവരും മേടിക്കും. കടയിൽ ആരും വരും തോന്നുന്നില്ല. ഗോഗു നാട്ടുകാരെ മൊത്തം അടിക്കുന്നുണ്ട് കടയിലോട്ട് വരുന്നത്. എടാ ഗോഗു അടിക്കില്ലടാ. അടിച്ചത് വരത്തില്ലടാ. എടാ പിന്നെന്താ താഴെ ഇരിക്കുന്നത്? എന്താ പാസ്ത. പാസ്തയൊക്കെ ആൾക്കാർക്ക് ഈ പാസ്ത മേടിക്കുന്നത് എങ്ങനത്തെ ആൾക്കാരാന്ന് അറിയോ ജോക്കി? ഈ അരി ഒന്നും കുക്ക് ചെയ്യാൻ പറ്റാതെ മറ്റേ ധൃതിക്ക് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്നവന്മാർ ഈ പാസ്തയൊക്കെ മോഞ്ചുന്നത്. അവന്മാർക്ക് കുറച്ച് കൂട്ടിയിടണം. അവന്മാർക്ക് സമയം പോയാലും എത്ര ആണെങ്കിലും മേടിച്ചോളൂ. മനസ്സിലായേ? $10 കിട്ടാ ഒരു $2.5 വെക്കാം നമുക്ക്. അല്ല അരിയുടെ റേറ്റ് അല്ലാതെ കൂടുതലാണ്. ഇതിന് മാർക്കറ്റ് പ്രൈസ് 1.35 ഉള്ളൂ. പിന്നെ ഷുഗർ പഞ്ചസാരക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് നമുക്ക് 1.49 മാർക്കറ്റ് പ്രൈസ്. $2 കൊടുക്കാം. $2. ഇപ്പൊ കണ്ടോണേ ജോക്കി. ഇനി നോക്കിക്കോണം കടയിലേക്കുള്ള കുത്തൊഴുക്ക് കണ്ടോണേ. കട തുറക്കണ കട തുറക്കുന്നേ. കട ക്ലോസാ.
ഇത് കട എങ്ങനെ തുറക്കും? ഇവിടെ വാ വാ വരൂ 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 മുട്ടൻ ഓഫർ എടാ എല്ലാരും വിളിച്ചു കേട്ടി ആദ്യത്തെ കസ്റ്റമർ ആണ്. നമ്മുടെ ഒരു കസ്റ്റമർ ചേട്ടാ നല്ല എല്ലാത്തിനും നല്ല വിലക്കുറവുള്ളതാണ് ഇഷ്ടമുള്ള സോഡ ഗ്രീൻ ടീ സോഡയൊക്കെയാണ് വേണ്ടുന്നത് കേട്ടാ. ഗ്രീൻ ടീ സോഡ എന്തൊക്കെ വേണം മാഡം? ഫ്രിഡ്ജ് വാങ്ങിച്ചില്ല. എടാ നമുക്ക് തണുത്ത സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഒരു സാധനം വേണ്ടേ, അതെടുത്ത് വെക്ക്. എടാ ഈ കടയിൽ വരുന്നവർക്കൊന്നും സാധനങ്ങളില്ല വേണ്ട. ജോക്കി എന്ത് ചെയ്യാൻ പറ്റും? എടേ ഉപ്പും അരിയും ഉപ്പ് കഴിക്കണത് റേഷൻ കടയാണോ ഇത്? ജോക്കി ഇതെന്താ ഫ്രീസർ? ഞാൻ ഒരു ഫ്രീസർ വെക്കാൻ പോണേ ഇവിടെ. മേലെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഉണ്ട്, അത് വെച്ചോ. ഇതാണ് സാധനം മേടിച്ചിട്ട് വന്നേക്കുന്ന ഇത് ആരും ഇല്ലേ ജോക്കി ബില്ലടിച്ചു കൊടുക്കും. ഒരു ഫ്രീസർ ഇതെന്താ ഇവക്ക് വേണ്ടുന്നേ? ഷുഗർ ഫ്രീ സോഡ ഇതൊക്കെ എവിടെ ഓർഡർ ചെയ്യും? ഞാൻ സെറ്റാക്കാം, എല്ലാം ഞാൻ ഇപ്പൊ സെറ്റാക്കാം. വെയിറ്റ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കട തുടങ്ങിയതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 2.5 ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ കിടക്കുന്നടാ. ഡബിൾ ഫ്രിഡ്ജ് ഇത് തന്നെ സ്വൈപ്പ് ചെയ്യുന്നേ. സ്ക്രീനിൽ ടൈപ്പ് ചെയ്താൽ മതി. എടാ ഈ ഫ്രിഡ്ജിനകത്ത് സോഡ തുറക്കാൻ ആരില്ലേ? എനിക്ക് ഞാൻ സോഡ സ്റ്റോക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഗ്രീൻ ടീ, ലെമൺ ടീ, ചൂരെടുത്ത് തൂക്കുന്നുണ്ടോ? ബ്ലാക്ക് ടീ. നീ പുള്ളിക്ക് എന്തോ വേണ്ടി? ഓർഡർ ചെയ്തില്ലല്ലോ. പിന്നെ ഇല്ല മൊത്തം കാർഡ് പേയ്മെന്റ് ആണ്. കള്ളന്മാര് കൂടുതലുള്ള സ്ഥലമാണ്. എടാ കോളയൊന്നും ഇതിനകത്ത് ഇല്ലടാ. ഫ്രൂട്ടി യോഗട്ട്, ബട്ടർ. അതാണ് ആ മറ്റേ ഫ്രാഞ്ചൈസ് പോയിന്റ് വെച്ച് അൺലോക്ക് ആക്കണ. അതെടുത്തോ. എവിടെ മേളിൽ എവിടെ? ആ കോള, എനർജി ഡ്രിങ്ക്. പക്ഷെ അതില്ല, ഫ്രാഞ്ചൈസി ഇല്ല നമുക്ക്. അത് കുറച്ച് സാധനം വിൽക്കണം. ആ കോള പാക്ക് കിട്ടി. ഞാൻ ഓർഡർ ചെയ്യാൻ പോണേ. പ്രോഡക്റ്റ് ഓർഡർ, സോഡ ഡ്രിങ്ക്സ്. ആ കോള, സോഡ, ഇതൊക്കെ ആരെങ്കിലും കുടിച്ചോ? ആ മൂഞ്ചട്ട സോഡ, കോള ബോട്ടിൽ, ഷുഗർ ഫ്രീ സോഡ, പ്രീമിയം സോഡ എല്ലാം മേടിച്ചിട്ടുണ്ട്. സാധനം വന്ന് വെളിയിൽ സ്റ്റോക്ക് വന്ന്. ഫ്രിഡ്ജില്ല. വന്ന് അടുക്ക്, ഇവിടെ വന്ന് വിട്. അടുക്ക്. എന്താണ് സാർ വേണ്ടത്? ബേസ് പ്രൈസിൽ കൊടുക്കേണ്ടി വരും. എല്ലാം കൂടെ ഞാൻ ഒരാൾ ചെയ്യണോന്ന് പറഞ്ഞ നിങ്ങളെ സ്ഥാനം ഒന്ന് നിറച്ചേ. ഞാൻ അകത്തോട്ട് വരട്ടെ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാ മനുഷ്യന്. കോള 2.5 3 രൂപയ്ക്ക് മൂഞ്ചിയാ മതി നീയൊക്കെ. നമുക്കിത് എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുന്നേ? അതൊക്കെ സോഡാപ്പൊക്കെ എവിടെ കൊണ്ടുവെക്കും? സോഡ പാക്കൊക്കെ കടയിൽ കച്ചവടം ടപ്പട്ടപ്പെന്ന് പോകുന്നുണ്ട് കേട്ടോ. പാലും ഉപ്പും പഞ്ചസാരയും. മാർക്കറ്റ് പ്രൈസ് $1. അപ്പൊ 2. ഇത് കാണുന്നില്ലല്ലോ. $1.5 സാധനം $2 വിൽക്കണം കേട്ടാ. അല്ലെങ്കിൽ കാര്യം നടക്കൂല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തില്ലേ? ഷെൽഫ് വേണം കേട്ടോ. ഷെൽഫ് വേണോ? ഷെൽഫില്ല. നീ എന്ത് ഏതൊരു കട്ടോണ്ട് ഓടിയതാണ് ഇവിടെ? അല്ല എടാ ഞാൻ ഈ ഇവിടെ നിന്ന് മുരടിക്കുവാന്നേ. ജോക്കി ഞാൻ കാര്യം പറയട്ടെ. ഭയങ്കര കച്ചവടം കേട്ടോ. 4 പേര് ഒന്നും എടുക്കാതെ പോണം. മാഡം എന്താണ് ഇവിടെ? എന്തെങ്കിലും നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്ന് പറയാം. ഒരുത്തും പോയില്ലടാ ഇങ്ങോട്ട് റൈറ്റിൽ. ഇപ്പൊ അവൻ കള്ളനാണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ എനിക്ക്. പുള്ളി $7 പർച്ചേസ് ചെയ്തു കേട്ടോ സാർ. എടാ നിങ്ങൾ ഈ ബോക്സ് പേരെന്താ? ഷെൽഫ് വേണോ? വേണം. നിക്ക് ഷെൽഫ് മേടിച്ചു തരാം. എന്ത് ഷെൽഫാ വേണ്ടത്? പ്രോഡക്റ്റ് ഷെൽഫ്. കുറച്ച് വലിയ ഷെൽഫായ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാണോ ഷാണ? ഓക്കെ, എന്നാ ഒരു ഷെൽഫ് ഇവിടെ വെച്ച് തരാവേ. കാർഡ് പേയ്മെന്റ് മാത്രം ആക്കാവോ? ഇത് ഭയങ്കര പരിപാടിയാട്ടോ. ചില്ലറ പൈസ എണ്ണി കൊടുക്കുന്നത്. 1 2 3 4. അടുത്ത ഷെൽഫ് വെച്ചിട്ടുണ്ട്. 2 ഷെൽഫ്. 45 40. ഇതിപ്പോ എന്തോ കൊണ്ട് വെച്ച് ഇതിനകത്ത്? വീണ്ടും ആ സാധനം എടുത്തോണ്ട് വരണം. എന്തൊക്കെ ഉത്തരവാദിത്വം എനിക്ക്.
ഇത് എത്ര 1.8. ഇതിന് വലിയ ലാഭം വേണ്ട കേട്ടോ. അല്ല കോളയ്ക്ക് ലാഭം വേണം, എല്ലാവരും കോള കൂച്ചും. $2.5 ആക്കാം. എന്താണ് മാഡം, സുഖമാണോ? അവള് നമുക്ക് പൈസ ഇടുന്നതിന് മുമ്പ് ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്യണേ. അത് ശരിയാ, ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യണേ ആരെങ്കിലും. അതൊക്കെ മാർക്കറ്റ് പ്രൈസ് $4. ഇതെന്താ ഡീകാഫ് സോഡ പാക്ക്? അപ്പൊ അത് $5 കൊടുക്കും. $1 ലാഭമാണ്. $6 ഇരിക്കട്ടെ, അങ്ങനത്തെ അവന്മാര് മേടിച്ചാൽ മതി ഇവിടുന്ന്. എടാ വൻ കച്ചവടം കേട്ടോ. ഒട്ടും ലാഭം. കുട്ടി ബോയ് ഫ്രണ്ടെ കാണാൻ പോകണോ? എടാ വാസു, മറ്റേ സ്റ്റോക്ക് 2 പിള്ളേരൊന്ന് ചോദിച്ചോ? പിന്നെ നോക്കട്ടെ, സാധനം ഉണ്ടോ നോക്കട്ടെ. ഇവിടെ അത് അൺലോക്ക് ആയിട്ടില്ല ജോക്കി നമുക്ക് ഇതുവരെ. ബൈ സ്റ്റോറേജ് സ്പേസ്, ഷോ സ്പേസ്, ബൈ ഡിപ്പാർട്ട്മെന്റ്. വേറെ നമ്മൾ എന്താ വെക്കാത്ത? ചില്ലറ കൊണ്ടുവരുന്നവന്മാരെ എന്ത് ചെയ്യണം? എടാ ഓർഡർ ചെയ്ത പ്രോഡക്റ്റിൽ എടുത്തു വെച്ചോ. വാ വെരി വെരി ഞാൻ ഫാസ്റ്റ് തന്നെയാണ്. മണിക്ക് റിട്ടേൺ 14, 10, 1, 2, 3, 4. ഇവൻ എന്താ വേണ്ടുന്നേ? ഐ ഹാവിന്റ് ഫോണ്ട് പെപ്പർമിന്റ് ലെമൺ ടീ. ചായക്കടയാ സൂപ്പർ മാർക്കറ്റ്, ഡയറി പ്രോഡക്റ്റ്, കാർഡ് തരണേ ചീസ്, ഗുരുവായൂർ ചീസാ, കിമ്മിഡ് ചീസ്, മിൽക്ക്, യോഗട്ട്, ഫ്രൂട്ട്, ബട്ടർ, ചീസ്. മോനെ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു കോടി രൂപയുടെ സാധനം വെളി വന്നേ, ഒന്ന് എടുത്തോണ്ട് വരണേ. ആരെങ്കിലും ഒന്ന് വരണേ, $1 കോടി രൂപയുടെ സാധനം ഉണ്ടേ. ഒരു ചേച്ചി വന്നിട്ട് ഒരു $9 സാധനം. റോങ് കണ്ടെയ്നർ. ഓക്കെ, ഇവിടെ വെക്കാൻ പറ്റത്തില്ല. റോങ് കണ്ടെയ്നർ ടൈപ്പ് ഫോർ ദിസ് പ്രോഡക്റ്റ്. അപ്പൊ വേറെ ഇതെങ്ങനെ താഴെ ഇടും? ഇതെങ്ങനെ താഴെ വെക്കും? അതറിഞ്ഞൂടാ. എടാ പൈസ കുറച്ച് കൂടി അടിച്ചത് എങ്ങനെയാടാ ബാക്ക് അടിക്കുന്നേ? ആ എടാ ഇവിടെ സ്റ്റോറേജ് ബോക്സ് കൊണ്ട് വെക്കണം. ഇവിടെ സ്റ്റോറേജ് ബോക്സ് ഫയർ ബട്ടൺ നമുക്ക് ഫ്രീസർ വേണം കേട്ടോ. ഫ്രീസർ ഉണ്ടല്ലേ പറ്റുള്ളൂ. എനിക്ക് ഞാൻ ഇവിടെ ഫ്രീസർ വെക്കാം. കട ഇത്ര പന്തലിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ഇത് വെക്കണ്ടേ? ഷെൽഫി വെക്കണ്ടേ? സ്റ്റാറ്റിക് ഫ്രീസർ 2 കിലോവാട്ട്. ഇവിടെ 2 രൂപയുടെ സാധനം മേടിച്ചാൽ 50 രൂപ ഇനി ചില്ലറ പൈസ എണ്ണി കൊടുക്കണേ. ഇനി 4. സാർ താങ്ക് യു സാർ, താങ്ക് യു. എടാ ഇത് കാർഡ് പേയ്മെന്റ് മാത്രമാക്കണേ സാർ. ദൈവത്തെ ഓർത്ത് കാർഡ് തരണേ. ചില്ലറ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയമില്ല. കാശ് പോയി നല്ല എടാ ഈ കിണിങ് സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ കടയിലോട്ടുള്ള വരവല്ലേ, പോക്കല്ലല്ലോ. വരവാ അതറിഞ്ഞാ മതി കേട്ടോ. എനിക്ക് ഭയങ്കര വരവാണ്. 12. 1200 രൂപ തിരിച്ചു ഞാൻ കൊടുത്തേനെ അവന്. അണ്ണ ഷെൽഫി വെക്കുക. എടാ ഇവിടോട്ട് വാ, ഇതോട്ട് കയറ്റി വെക്കുക. എടാ ഇവിടെ ഡ്രിങ്ക്സ് കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. ഡ്രിങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഫ്രീസർ അല്ല കേട്ടോ ജോക്കി. ഞാനൊരു കാര്യം പറയട്ടെ, 500 രൂപയുടെ ഉള്ളു ഇനി കയ്യില്. 2 ഫ്രീസ്. ഈ ഫ്രീസർ തിരിച്ച് ഫ്രിഡ്ജാണോ വെക്കണ്ടേ? എനിക്ക് തലവേദന എടുക്കുന്ന കടയിൽ നല്ല കച്ചവടം, പക്ഷെ പൈസ കുറഞ്ഞു. കൗണ്ടർ ചെയ്ത് പൈസ എടുക്കണേ. ആരും കൗണ്ടർ ചെയ്ത് പൈസ എടുക്കലടാ, കഷ്ടപ്പെട്ട. വോൾ ഷെൽഫ്, പ്ലാസ്റ്റിക് ഷെൽഫ്, വുഡൻ ഷെൽഫ്. കളയാമല്ലോ. സ്ത്രീയെ കാർഡ് തരുമോ? കാർഡ് ഈ പൈസ ഇങ്ങനെ താഴെ വെക്കാൻ പറ്റില്ല എനിക്ക്. 5, 1, 6, 7, 8, 35, 35, 40. അതെടുക്കേ. ഈ സാധനം $6 ഒരു പട്ട് പോലും മേടിക്കണില്ല കേട്ടാ. അണ്ണ ഇമാർക്ക് അരിമണി ഒന്നും വേണ്ട, ഇമാർ ചീസ് മതി. ഇവിടുന്ന് ഷെൽഫോൺ കൂടി പോയി. ഹലോ എടാ ഇവിടുന്ന് ആരോ ഒരു ഷെൽഫോൺ പോയി. എടാ ഇത് എന്താടാ ഇതൊക്കെ കട നോക്കുന്നത് നിങ്ങള്? നിങ്ങൾ കാണുന്നില്ല ഇതൊക്കെ? ആരും പോയി. ഇവിടെ ഷെൽഫ് ഉണ്ടായിരുന്നു. ഇവിടെ ഷെൽഫില്ലായിരുന്നോ? കാൽക്കുലേറ്റർ സിമുലേറ്റർ ആടാ ഇത്. ജോക്കി 700 രൂപ ഇല്ല വെച്ചില്ല ആണല്ലേ? ഓക്കെ അങ്ങനെയാണെ ഓക്കെ. ഞാൻ ഓർത്ത് അതോടെ കൊണ്ടുപോയത്. ചീസ് അവിടെ കൊണ്ടുപോകുമല്ലോ. എടാ ചീസൊക്കെ വെക്കാൻ ഫ്രിഡ്ജ് വേണോടാ.
ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വിൽക്കണം. അയ്യോ നമ്മള് ബിസിനസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ കേട്ടാ. അണ്ണു വല്ല നടക്കും അണ്ണു. ജോക്കി എന്തെങ്കിലും പറക്കി വിറ്റേ ചേട്ടാ, കുറച്ചുകൂടെ എന്തെങ്കിലും മേടിക്കുക. ഓഫർ ഇട്ടാലും എന്തെങ്കിലും. ജോക്കി എന്ത് ഏറ്റവും കൂടുതൽ സാധനം പോണേ എന്തോ പറഞ്ഞു? ഏറ്റവും കൂടുതൽ സാധനം കുടിക്കുന്ന സാധനം. കുടിക്കുന്ന എന്തോ പോണേ സാധനവും കോളയും ടിഷ്യൂ ആണ് ഏറ്റവും. ടിഷ്യൂ ഇല്ലല്ലോ, കോളയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കോള 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 നല്ല കോളക്ക് സെയിൽ വെച്ച ഞാൻ $2 വിറ്റത് $3 അടിച്ചു വെച്ചാടാ. വെണ്ണാമണിയാ നീ. ഒരു പടി അറിയാത്ത കുറെ സ്റ്റാഫും. സത്യം. വഴിയുണ്ടോ മറ്റേ അങ്ങനെ ചില്ലറ കൊടുത്ത മാറിപ്പോയി. അല്ല $14 രൂപ എടുത്ത്. ഞാൻ കാര്യം പറയട്ടെ, കുറച്ച് കോള സ്റ്റോക്ക് എടുക്കാം. കോളയും മറ്റേ ഇത് കോളയും അതിന്റെ അടിയിൽ എന്തായിരുന്നു ഇരുന്നേ? കോള തീർന്നു. ഞാൻ കോള സ്റ്റോക്ക് ഇടുവാണേ, കൊണ്ട് നടക്കണേ. സോഡ ഡ്രിങ്ക്സ്, കോള പാക്ക്. ആശ്വാസം കിട്ടിയത് ഈ മറാമ എന്ത് പാടി ഇത് കോള എന്താണ് മാം സുഖമാണോ? എടാ ഷെൽഫ് മാറിപ്പോലെ. ഇവിടെ കോളയാണേ. റോങ് കണ്ടെയ്നർ. സാധനം മാറിപ്പോയി കേട്ടാ. വീണ്ടും ഡെഡ് സ്റ്റോക്ക്. എന്താടാ നിങ്ങളൊക്കെ കാണിക്കുന്നേ? കോളക്ക് വരെ കോള പാക്ക് എന്തോ മേടിച്ച് പൊക്കാപുളിയോ. ഇത് എന്തൊരു ഇവിടെ ഒരു ഷെൽഫ് കൂടെ പണി കൂടെ ആരെങ്കിലും ഇവിടെ ഒന്നും നിലത്ത് വെച്ചിട്ട് ഒരു ഷെൽഫ് പണിതാടാ ഗോകു. നമ്മളെ ബില്ല് കട കൂട്ടിയാലെന്നാ? കട കുറച്ചു നേരത്തേക്ക് മൂട്ടോ. ഇത് കുറച്ച് റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്തോ ഇത് വന്ന് പാലും പഴവും അമൃതവും തേനും. സീറോ. അത് ആരല്ലോ മന്ദാര ഒന്ന് വന്നടാ, കൗണ്ടറിൽ നിന്ന് വന്നടാ. ഇതൊന്നും എടുത്തടാ ഈ സീറോ. ചേച്ചിക്ക് കൂടെ അടിച്ചു കൊടുക്കട്ടെ. എഫിനൊക്കെ മതിയടാ. എഫിനൊക്കെ താഴെടാ മണ്ടൻ. നേരത്തെ പറയണ്ടേ ചേച്ചി? ആ കട ഇറക്കട്ടെ. അടച്ചോ കേട്ടോടാ. ഞാൻ ആരും അറിയാതെ ഒരു അപ്പൂപ്പനെ ക്രെഡിറ്റ് കാർഡിന് ഒരു $2 എക്സ്ട്രാ വെച്ചു കേട്ടോ. പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നാളെ മുട്ട കേട്ടാ നോക്കി. ക്രെഡിറ്റ് കാർഡിന് $10 മതി അടിച്ചുവിടാ. ക്രെഡിറ്റ് കാർഡ് നമ്മളൊന്ന് റിലാക്സ് ആയേ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. സോഡ ഡ്രിങ്ക്സ്, ഇതിനകത്ത് കോള ബോട്ടില്. ഇതായിരുന്നല്ലോ നമുക്ക്, ഏതായിരുന്നു നമുക്ക് കൂടുതൽ ചെലവുണ്ടായിരുന്നു? സോഡ ബോട്ടില് ഇതല്ലേ? കോള ബോട്ടിൽ. കോള ബോട്ടിലാണ്. എടാ വെളിയിലൊരു കോള ബോട്ടിൽ വന്നിട്ടുണ്ടാ. അതൊന്നും അകത്തോട്ട് വെച്ചത്. ഈ ഷെൽഫിലെടുക്ക്. കോള എടുക്ക്. ഷുഗർ ഫ്രീ ആയിരുന്നു ഞാൻ പറയണേ. അപ്പുറത്തെ കൗണ്ടറിലോട്ട് പോവാൻ എന്റെ പൊന്നമ്മച്ചി കൈ കാണാൻ കൊള്ളാട്ടോ. ഈ അത് നിറച്ചല്ലേ അതിനകത്ത്? പിന്നെ മാറണോ? എടാ എന്തേലും ഒന്ന് സെയിൽ ഇടറേ. ഇല്ല, അതിനകത്ത് വെച്ചോ. എന്തിനാ മാറ്റണേ? താഴെ അതിന് $1 മേളില് $3. അപ്പൊ കാർഡ് പേയ്മെന്റ് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ വല്ലതും കൊടുക്കാറുണ്ട് കേട്ടോ. ബാക്കി കടക്കാരൊക്കെ പൂട്ടിയാണ്, നമ്മള് മാത്രം. ഈകളെ നമ്മള് കുറച്ചു നേരമായി ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ജോക്കി ഞാൻ ഒരു കട മുടിഞ്ഞ് ഇത് എല്ലാരും അടിച്ചിറക്കുമാരൊക്കെ കട എവിടെ കട അടക്കുന്നത്? ഇത് എവിടെ കട അടക്കുന്ന? ഓഫ് പോയി. ഓഫിനെ കട ഓഫ്. ഇത് എടുക്കാൻ പറ്റൂലേ? ഇവിടെ അവിടെ ഓഫ് ചെയ്യാൻ പറ്റൂ. കടയൊക്കെ അടിച്ച് പോകണ്ട. ബില്ലൊന്നുമില്ല. പോ. കട അടച്ചില്ലടാ. അടച്ചില്ലേ? ഇത് അടക്കാൻ പറ്റില്ല. ഞാൻ കൊറേ പേരെ അടിച്ചോ. ടോട്ടൽ കസ്റ്റമേഴ്സ് 100. 25 പേര് സാധനം കിട്ടാതെ പോയി. വില കൂടുതലാന്ന് പറഞ്ഞ ഒരുത്തം പോയി. മോഷണം നടന്നിട്ടില്ല. കംപ്ലൈന്റുകൾ ഇല്ല. ഫ്രാഞ്ചൈസി ലെവല് 7 ആയി. നമ്മുടെ ഇൻകം $4639.
മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ് 0. അത് കുഴപ്പമില്ല, നമ്മള് മോശം പറഞ്ഞില്ല. ബോട്ട് പ്രോഡക്റ്റ് കോസ്റ്റ്, അതായത് ഏകദേശം മൊത്തം ഇൻകം 4600 വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളൊരു 2,14,075 രൂപയുടെ സാധനം മേടിച്ചു. എടാ 2140 സെൻസ്. അങ്ങനെയാണോ അത്? ഡോട്ടാണോ അത്? കോമയല്ലേ അത്? ഡേ ബാലൻസ് 5201 രൂപ. എങ്ങനെ നോക്കിയാലും ലാഭം. എടാ 4639 ഇൻകം, അതിൽ നിന്ന് 2140 പോയി, പിന്നെ ഒരു -7700. 7 2 9 4600 -5201. ജോഗി ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ഈ രാത്രിയിലൊക്കെ വെള്ളം അടിച്ചിട്ടിരുന്ന് ബിസിനസ് പ്ലാൻ പറയുന്ന ചങ്കിന്റെ കൂടെ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്താൽ ഇതാണ് സംഭവിക്കാൻ പോണത്. നമ്മൾ ഓവറായിട്ട് സാധനം ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുവാണ്, മനസ്സിലായോ? സാധനങ്ങൾ എടുത്തോണ്ടിരിക്കുവല്ലേ, ഇത് ബ്രേക്ക് ഈവൻ ആവും. നാളെ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ? പിടുത്തമില്ല. നമ്മളിപ്പോ കൊറേ സാധനം ഇറക്കിയില്ലേ, ഇപ്പൊ നാളെ വിറ്റ് പോകണ്ടേ? നാളെ വിറ്റ് പോകുന്നേ. ഇതൊന്നും പോത്തില്ലേ ഇത്? ഹലോ കണ്ടിന്യൂ.